കുന്നൂസ് രുചികൂടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുമ്പോൾ വിറ്റ് കേക്ക്. അതിൻ്റെ വേണ്ട സാധനങ്ങൾ: 2 കിലോ മാവ്, പഞ്ചസാര 1/2 കിലോ, 8 മുട്ട, സോഡാപ്പൊടി, പൈനാപ്പിൾ എസൻസ്, മഞ്ഞ കളറ്, പാല്. ഇത്രയും വെച്ചാണ് നമ്മളിന്ന് വിറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. നോക്കാം. ആദ്യം പഞ്ചസാര ആവശ്യത്തിന് ഒരു 1/2 കിലോ പഞ്ചസാര, കേക്ക് പൗഡർ, മഞ്ഞ, പൈനാപ്പിളിന്റെ എസൻസ്. ഈ പൈനാപ്പിളിന്റെ എസൻസ് വെച്ച് കേക്ക് ഉണ്ടാക്കും നല്ല മണവും രുചിയും. സോഡാപ്പൊടി ശകലം തോനെ. നമുക്ക് കേക്ക് നല്ല പൊട്ടണമെങ്കിൽ സോഡാപ്പൊടി തോനെ. ഇത് നന്നായിട്ട് നമുക്കൊന്ന് പതപ്പിക്കും. നമ്മൾ പറയാൻ വിട്ടു, ഏലക്കയുടെ പൊടി. ഏലക്ക പൊടിച്ചു. ഇത് നന്നായിട്ട് ഒന്ന് അടിച്ച് നല്ല പഞ്ചസാരയൊക്കെ അലിയുന്ന വരെ നമ്മൾ ചിലവർ മിക്സിയിലിട്ട് അടിക്കുക. മിക്സിയിൽ അടിച്ചാലും കുഴപ്പമില്ല. നമ്മളിതിനകത്ത് വെള്ളം ചേർന്നിട്ടില്ല, അതിനാണ് ഇച്ചിരി പാലെടുത്ത് വെച്ചിരുന്നത്. അത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ പാലൊഴിക്കണം. നമുക്ക് മാവ് അങ്ങോട്ട് ഇടാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമുക്ക് ഈ പാലൊഴിച്ചു കൊടുക്കും. അല്ല, പൊറോട്ടയ്ക്ക് മാവ് കഴിക്കുന്നേക്കാളും കട്ടിക്ക് മാവ് കഴിക്കണം. മാവ് നല്ലോണം തേച്ച് ഉരുട്ടി നന്നായി മാവൊന്ന് തേഞ്ഞ് വന്നു. ജസ്റ്റിനെ കൊണ്ട് കുടിച്ച് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല തേക്കണം മാവ്. മാവ് കുഴച്ച് റെഡിയാക്കി. ചട്ടി വെച്ച് എണ്ണച്ചട്ടി വെച്ച് എണ്ണയൊന്ന് ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. നമ്മൾ കറക്റ്റ് പാകത്തിന് അത് പരത്തിയെടുക്കും. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കട്ടിയുണ്ട്.
ഞാൻ മാവ് ഒന്ന് കട്ട് ചെയ്ത് There was once a day that I would pray for you. I'd go and misbehave just so you noticed too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. ഒരു കേക്കിന് എത്ര പീസ് കിട്ടിയോ? So late, you sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. ഒട്ടാതിരിക്കാൻ വേണ്ടി അവിടെ മൈദ ഇട്ടു. നമ്മള് എണ്ണ കൂടെ ഇട്ടത് ഇട്ട് വരുന്നത്. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall. കേക്ക് തന്നെ വെന്ത് പൊങ്ങണം. നല്ല തീ കുറച്ചിടണം. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. തീ കുറച്ചിട്ട് അത് പൊള്ളിക്കും. നമ്മുടെ കേക്കൊക്കെ എണ്ണയ്ക്കത് പൊട്ടി തുടങ്ങുന്നുണ്ട്. തീ കുറച്ചിട്ടണം, തീ കുറച്ചിടണം. എണ്ണ ചൂട് കഴിഞ്ഞാൽ തീ കുറച്ചിടണം. നമ്മുടെ കേക്ക് എല്ലാം പൊട്ടി വരുത്തും. വെട്ട് കേക്ക് അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി മാറ്റാം. കേക്ക് വെട്ടിയിരുത്താൻ നമ്മൾ എണ്ണ തോനെ ഇതുപോലെ പൊട്ടത്തില്ല. കേക്ക് പൊട്ടണം. പൊട്ടി അതിനകത്ത് എണ്ണയൊക്കെ കയറി അതിൻ്റെ രുചി നല്ലപോലെ പറഞ്ഞു. നമ്മൾ തീ കുറച്ചിട്ട് കേക്ക് പൊട്ടില്ല. നമ്മൾ തീ കൂട്ടിയിട്ട് കേക്ക് വേവും, പക്ഷേ കേക്കിൻ്റെ ഉള്ളും വേവത്തില്ല, കേക്ക് തിന്നാനും ടേസ്റ്റ് കാണത്തില്ല. ഇതുപോലെ തന്നെ നല്ല അടിപൊളി തീ കുറച്ചിട്ട് അത് വേവിച്ചേക്കണം. കേക്കെല്ലാം പൊട്ടി നല്ല അകലൊക്കെ വെട്ടി കേൾക്കുന്നത് പറയുമ്പോൾ ഇങ്ങനെ. പണ്ടത്തെ എല്ലാ കടകളിലും ഉണ്ടായിരുന്നു, ഇപ്പം കടകളിലൊന്നും കാണാനില്ല. ചില കടകളിലൊക്കെ ഉള്ളു ഈ സാധനം കിട്ടാനുണ്ട്. വലിയ നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. ആർക്കും വീട്ടിൽ ഉണ്ടാക്കാന്നേ ഉള്ളൂ. കടയിൽ നിന്ന് വെട്ടിയൊക്കെ മേടിക്കുന്ന വീട്ടിലുണ്ടാക്കി പഠിക്കുക. നല്ല അടിപൊളിയായിട്ട് പൊട്ടി അടിപൊളി കേക്ക്. മണം എസൻസ് ഒഴിച്ചുകൊണ്ടൊക്കെ സൂപ്പർ മണമാണ്. സെറ്റപ്പ് ആയിരിക്കും ഇത് കഴിക്കാൻ. വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഒരു ശതമാനം ഉണ്ടാക്കി 5-6 ദിവസം ഇരിക്കും, കേടാവത്തില്ല. ഇതിങ്ങനെ ഉണ്ടാക്കും. നമ്മൾ വലുതായിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നമുക്ക് കോരാറായി. സെറ്റപ്പ് വെട്ട് കേക്ക് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. 2 കിലോ മാവിൻ്റെ വെട്ട് കേക്ക് ഉണ്ടാക്കിയത്. അടിപൊളി കേക്കാണ്. എല്ലാവർക്കും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ
എൻ്റെ ചാനലിൽ കയറി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ബൈ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too.